ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 30 ഡേയ്സ്, അടുത്ത 30 ദിവസം, ദാറ്റ് മീൻസ് ഒരു മാസം എങ്ങനെയായിരിക്കും. സോ ലെറ്റ്സ് സീ. ടൈംലെസ് റീഡിംഗ് ആണ്. സോ എപ്പോൾ നിങ്ങൾ കണ്ടാലും ആ ഒരു ടൈം തൊട്ട് 30 ദിവസം. സോ 2 ഗ്രൂപ്പ്സ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. 2 groups. First, second. So group 1 ആണ് within the next few weeks and group 2 trust. So കണ്ണടയ്ക്കൂ. എന്താണ് 30 ദിവസത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് വരുന്നത്, എന്തും ഇൻറ്റൻഷൻ വെക്കാം. ആൻഡ് ദെൻ ഒരു കാർഡ് ചൂസ് ചെയ്യൂ. സ്പെസിഫിക്കലി ഒരു കാർഡ് മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, അല്ല രണ്ടും കാണണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണാവുന്നതാണ്. ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. സോ നോക്കാം 30 ദിവസത്തിനുള്ളിൽ എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സോ യെസ്, ഇത്തിരി സ്കാറ്റർ എനർജി ആണ്. ജെമിനായി ആണ് ലഭിച്ചിരിക്കുന്നത്. The energy is communicative, mischievous, lively, witty and informative. Stimulating exchange is possible. So might be ചില പ്രേക്ഷകർ ഒരു ഗ്യാതറിങ്ങിൽ പോകുന്നുണ്ട്. ഓക്കെ, പാർട്ടി ആകാം, ഓക്കെ ഫങ്ഷൻസ് ആകാം. അവിടെ നിങ്ങൾക്ക് ഏറെ സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടാം. ഓക്കെ, വളരെ ഹാപ്പി ഗോയിങ്, ഈസി ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ എവിടെയോ ഒരു പേടിയും വരുന്നുണ്ട്. ക്ലിയർ ക്വാർട്സ് ക്രിസ്റ്റൽ പ്രേക്ഷകരുടെ കയ്യിലുണ്ടെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്യൂ. ഓക്കെ, ക്ലിയർ ക്വാർട്സ് ക്രിസ്റ്റൽ ആകാം, ഏഞ്ചൽ ആകാം, വോണ്ട് ആകാം, എന്തും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 30 days for group 1. The 7th house, the area of your life is about long-term significant partners, romantic, business or family. So ഏതൊക്കെ പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പിൽ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു, അവിടെ ഒത്തിരി സൊല്യൂഷൻസ് വരുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി പോകുന്നുണ്ട്. നിങ്ങൾ സിംഗിൾസ് ആണ് ആൻഡ് ഒരു പാർട്ട്ണറെ തേടുന്നുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് ഒരു നല്ലൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് ഒരാളെ നിങ്ങൾ തേടുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെയും ആ ഒരു പാർട്ട്ണർഷിപ്പ് കാണാൻ പറ്റുന്നതാണ്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ സ്പൗസ് തന്നെ ആകണം എന്നില്ല. നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ട് വരുന്നത്, ബിസിനസ്സിൽ നല്ലൊരു പാർട്ട്ണർ വരുന്നത്, ഫാമിലിക്ക് നല്ലൊരു സപ്പോർട്ടായി നിൽക്കുന്ന ഒരാൾ വരുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഈ ഒരു ഏരിയസിൽ നിങ്ങൾക്കൊരു ആൾ കിട്ടാവുന്നതാണ്. ന്യൂ മൂണിൽ എന്ത് ഇൻറ്റൻഷൻ നിങ്ങൾ ഫാമിലി റിലേറ്റഡ് ഓർ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഇട്ടിട്ടുണ്ടോ അത് പൂർത്തീകരിക്കുന്നതാണ്. The 5th house, where you have fun, romance and create things you are proud of. Okay, so definitely romance related വരുന്നുണ്ട്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് വരുന്നുണ്ട്. ആൻഡ് എവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു, യെസ് അത് വരുന്നുണ്ട്. Where the cosmos grant wishes, luck, friends and social occasions. So definitely നിങ്ങൾ ഫങ്ഷൻസിൽ പോകുന്നുണ്ട്. ഓക്കെ, മൈറ്റ് ബി കല്യാണങ്ങളാകാം, എൻഗേജ്മെൻറ്റ്സ് ആകാം, ബർത്ത്ഡേ പാർട്ടീസ് ഓ ഓഫീസ് പാർട്ടീസ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ദാറ്റ് ഈ ഒരു 30 days നിങ്ങളുടെ എനർജി ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എനർജി കിട്ടുന്നുണ്ട്. 11 എന്ന നമ്പർ നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ടാകാം. ഇറ്റ്സ് എ സൈൻ ദറ്റ് യെസ്, നിങ്ങൾ വിഷ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു. ടേക്ക് ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എടുക്കൂ എന്നതാണ് പറയുന്നത്. ആൻഡ്
ലക്ക് വർദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ നല്ല ഫ്രണ്ട്സ് വരുന്നുണ്ട്. ആൻഡ് സോഷ്യൽ ഗ്യാതറിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ സോഷ്യൽ ഗ്യാതറിങ്സിലും നിങ്ങൾക്ക് ചില പ്രേക്ഷകർക്ക് വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക്, ദാറ്റ് ഈസ് നിങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഇടപെടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ എന്താണ് നെക്സ്റ്റ് 30 ഡേയ്സ് പ്രേക്ഷകർക്ക്? നെക്സ്റ്റ് 30 ഡേയ്സ് സോൾ ഹീലിംഗ്. യെസ്, സോ സി, നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ ഈവൻ്റ് ആകാം, ഓക്കെ, ഡയറക്റ്റിലുള്ള ഒരു ഈവൻ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതാകാം. ഒരു വലിയ സോഷ്യൽ ഈവൻ്റ് ആകണം എന്നില്ല. ഓക്കെ, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങളുടെ വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ പോകുന്നു. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, എ ഗ്യാതറിങ്, അത് വലുതോ ചെറുതോ. പക്ഷേ ഈ ഒരു ഗ്യാതറിങ് നിങ്ങൾക്ക് സോൾ ഹീലിംഗ് ആണ് തരുന്നത്. സോൾ ഹീലിംഗ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ സോൾ പല ജന്മങ്ങളിൽ കണ്ടുമുട്ടിയ ആൾക്കാർ ആൻഡ് ഏത് ആൾക്കാരുമായിട്ട് നല്ല ബന്ധം, ഓക്കെ, നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു, അതേ ആൾക്കാരെ പിന്നെയും പിന്നെയും പല ജന്മങ്ങളിൽ കാണുമ്പോൾ നിങ്ങളുടെ സോൾ ഹീൽ ആകുന്നതാണ്. ചില മെമ്പേഴ്സിന് നിങ്ങൾ ഏറ്റ ട്രോമ, ഓക്കെ, നിങ്ങൾ ഏത് ട്രോമയിലൂടെയാണോ പോയത് അതിനേക്കാട്ടിലും വലിയ ട്രോമാസ് അനുഭവിച്ച ആൾക്കാരോടായിരിക്കാം സംസാരിക്കാൻ സന്ദർഭം ഉണ്ടാകുന്നത്. ആൻഡ് അവരുടെ ലൈഫിൽ നടന്ന ഈ ട്രോമാസ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഹീലിംഗ് വന്നു ചേരും. ദാറ്റ് എൻ്റെ ട്രോമ അത്രയും വലുതല്ലായിരുന്നു. ഓക്കെ, സോ സംഹൗ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്റ്റീവ് ആകുകയാണ്. ഓക്കെ, നെക്സ്റ്റ് 30 days for group 1. Next 30 days for group 1. ഡിറ്റർമിനേഷൻ. സോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വിട്ടുപോയതോ മറന്നുപോയതോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ട് പോലും എതിർപ്പുകൾ നേരിട്ടതുകൊണ്ട് നിങ്ങളത് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുകയാണ് എഗെയിൻ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് തുണ വരുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, കോയി ഫിഷ് ആണ് ഞാൻ കേൾക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൽ അബണ്ടൻസും വരുന്നുണ്ട്. ഓക്കെ, സോ ഡു നോട്ട് വറി. സി, മൊത്തം സോളാർ പ്ലെക്സസ് ആണ് വരുന്നത് ഇവിടെ. ഫാമിലി, യെസ്, ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി ആകാം. ഓക്കെ, ചില പ്രേക്ഷകരുടെ പേരൻസുമായിട്ട് നല്ല കണക്ഷൻ നിങ്ങളുടെ കൂടുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ്, ദാറ്റ് ഈസ് നിങ്ങളുടെ സ്പൗസ് ആൻഡ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ്, ഓക്കെ, അവിടെ നല്ല ബന്ധമുണ്ടാകുന്നുണ്ട്. എന്നാൽ ചിലർക്ക് നിങ്ങൾ ഇതുവരെ സംതൃപ്തി കിട്ടാത്ത പോയതാണെങ്കിൽ ചില ആൾക്കാരുടെ ബന്ധം നിങ്ങൾക്ക് ആ സംതൃപ്തി നൽകുന്നതാണ്. ഓക്കെ, പുതിയ ഫ്രണ്ട്സ് വരുന്നത്, പുതിയ യൂണിറ്റ് വരുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഫ്രണ്ട്സ് അവരവരുടെ ഫാമിലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫാമിലി ആയിട്ട് തോന്നാൻ തുടങ്ങാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഫാമിലി വരുന്നുണ്ട്. എഗെയിൻ 5 എന്ന നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് എൽസ്? ഓൾറൈറ്റ്, നെക്സ്റ്റ് 30 days എന്താണ് പ്രേക്ഷകർക്ക്? നെക്സ്റ്റ് 30 days എഗെയിൻ ഞാൻ പറഞ്ഞിരുന്നു 5 എന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 5 of Pentacles, King of Pentacles, 9 of Swords, okay, 3 of Pentacles and 7 of Pentacles. Okay, so ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കൊരാൾ സപ്പോർട്ടില്ല അതിൽ നിങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ, ആസ് വെൽ ആസ് നിങ്ങൾ ആരെ വിശ്വസിച്ചു ആ വിശ്വസിച്ച ആൾ നിങ്ങളെ ബിട്രേ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള വിഷമം, ബുദ്ധിമുട്ട്, ഓക്കെ, ഇമോഷണൽ വൂണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് ഹീൽ ആകാൻ പോകുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹീൽ. ഓൾറൈറ്റ്, നിങ്ങൾ
ഒന്നുമില്ല എന്നുള്ള ഫൈനാൻസിൽസിൽ നിന്ന് നിങ്ങൾക്കെല്ലാം വരുന്നുണ്ട് എന്നുള്ള ഹോപ്പിലേക്ക് മാറുകയാണ്. ഓക്കെ, പേടി ഭയം എന്നുള്ള റീജിയനിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരോട് ഇടപെടണം, നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമാക്കണം, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ആൻഡ് എത്രയോ നാളുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, ഈ അൺഎക്സ്പെക്റ്റഡ് ആണ് സോഷ്യൽ ഗ്യാതറിങ് പലർക്കും. ഓക്കെ, ഐ ബിലീവ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ പലരും പല സോഷ്യൽ ഗ്യാതറിങ്സ് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, പക്ഷേ ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുകയാണ്. ആൻഡ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ഉണ്ടാകും. ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 പേരുടെ ഗ്യാതറിങ് ആകാം, അല്ലെങ്കിൽ 7 പേരുടെ ഗ്യാതറിങ് ആകാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും. നിങ്ങൾക്കൊരു ഫാമിലി കിട്ടിയ പോലെ ആയിരിക്കും. നിങ്ങൾക്കൊരു തുണ ലഭിച്ചു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുകയാണ്. സമൃദ്ധി നിങ്ങൾക്കും ഉണ്ട് എന്നത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കപ്പെടുകയാണ്. ഓക്കെ, ആൻഡ് വെയിറ്റിംഗ് പീരീഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. വെയിറ്റിംഗ് പല രീതിയിലാകാം. ചിലർക്ക് അവരുടെ ലവ് റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് നൽകുന്നതാകാം, ചിലർക്ക് ലവ് റിലേഷൻഷിപ്പ് അക്നോളജ് ചെയ്യുന്നതാകാം, ചിലർക്ക് ജോബ് ഇൻ്റർവ്യൂസിൽ സാങ്ഷൻ അല്ലെങ്കിൽ യെസ് എന്ന് ലഭിക്കുന്നതാകാം, ചിലർക്ക് ജോബിൽ പ്രൊമോഷൻ ലഭിക്കുന്നതാകാം, ചിലരുടെ ഓഫീസിൽ അവരുടെ ബോസ് അവരുടെ ഐഡിയാസിനെ അംഗീകരിക്കുന്നതാകാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് നിങ്ങളുടെ മാറുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഇത്രയും നല്ലൊരു റീഡിംഗ് ആണ്. നെക്സ്റ്റ് 30 days എൻജോയ് യുവർ സെൽഫ് ആൻഡ് ടെൻഷൻ വറീസ് ഇതെല്ലാം മാറ്റി വെക്കൂ. പുതുവർഷം വരികയാണ്. പുതുവർഷം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്, സറണ്ടർ ഇറ്റ്. ആൻഡ് ഈ വരുന്ന ഓപ്പർച്യൂണിറ്റി, ഓക്കെ, അത് 4 ദിവസത്തെങ്കിൽ 4 ദിവസം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, പക്ഷെ എൻജോയ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അവൈലബിൾ ആണ്, മെസ്സേജ് ചെയ്യൂ. ആസ് വെൽ ആസ് സേഫ് സ്ട്രീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഏത് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യോറി സേഫ് ടീമിനെ സെൻഡ് ചെയ്യൂ. ഓക്കെ, റിപ്ലൈ ഞാൻ നൽകുന്നതാണ്. ഓക്കെ, so see you in my next video. Bye. Hello group 2 ചൂസ് ചെയ്തത് ട്രസ്റ്റ് എന്ന കാർഡാണ്. സോ ലെറ്റ് സീ നെക്സ്റ്റ് 30 ദിവസം പ്രേക്ഷകരുടെ ജീവിതത്തിൽ എന്താണ് വരുന്നത്. ഓക്കെ, 2 കാർഡ് ജംപ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഹൗസ്, വാട്ട് പീപ്പിൾ സീ, ദ ഇംപ്രഷൻ യു ഗിവ്. സോ പല പ്രേക്ഷകരുടെ ഇംപ്രഷൻ ആണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ നെക്സ്റ്റ് 30 ദിവസത്തിൽ നിങ്ങളുടെ പെർസോണ എങ്ങനെയാണ് ആൾക്കാർ നിങ്ങളെ കണ്ടുവന്നിരുന്നത്, ഓക്കെ, അവിടെ വ്യത്യാസം വരികയാണ്. ചിലർ അവരുടെ ഹെയർ ഡൈ ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കളർ ഡൈ നിങ്ങൾ ചെയ്യുന്നുണ്ട്, റെഡിഷ് ഗ്രീനിഷ് കളർ ചെയ്യുന്നുണ്ട്. ചിലരുടെ ഫേസിൽ വളരെയധികം ഗ്ലോ വരുന്നുണ്ട്. ചിലരുടെ ഫേസിലെ സ്ട്രക്ചർ മാറുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നിങ്ങളുടെ ഫേസ് ഓവൽ ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ആകുക. സോ മൈറ്റ് ബി നിങ്ങൾ സബ്ലിമൽസ് കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ എക്സസൈസ് ചെയ്യുന്നുണ്ടാകാം, ഫേഷ്യൽ എക്സസൈസസ്. ഓക്കെ, സോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ വേ ഓഫ് ഡ്രസ്സിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ ഓവറോൾ ഇംപ്രഷൻ, നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ മാറുകയാണ്. ഓക്കെ, സോ അവിടെ ഏറെ വ്യത്യാസം വരുന്നുണ്ട്. Alright, the second one is Jupiter. Your confidence, courage, self-belief and luck. ജൂപ്പിറ്റർ ലക്ക് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ കാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകുന്നതാണ്. പേടിയുള്ളവർക്ക് പേടി മാറിപ്പോകുന്നതാണ്. സെൽഫ് ബിലീഫിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാകാം, ഓർ അഫർമേഷൻസ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടാകാം. സോ അവിടെ ഏറെ സെൽഫ് ബിലീഫ് മാറുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ബിലീഫ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ നിന്ന് ഇത് വളരെ ഈസി ആയിരുന്നു എന്നുള്ള രീതിയിൽ മാറുകയാണ്. ആൻഡ് ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. ഓസം. Alright, what else? Next 30 days. The moon, your unconscious, sensitive, inner emotions and responses.
I'll take one more card. One more card. Next 30 days for group 2. Chiron, your healing power, empathy, ability to teach and learn remedies. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരുകയാണ്, അതുപോലെ തന്നെ ഇമോഷണൽ റെസ്പോൺസസ് നിങ്ങളുടെ കുറയുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളിൽ ചില പ്രേക്ഷകർ എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കും, അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, അത് മാറി വരികയാണ്. ഇപ്പോൾ നിങ്ങൾ നന്നായി കേട്ട് കഴിഞ്ഞ് ആലോചിച്ച് പിന്നീടാണ് റെസ്പോൺസ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും, ആൻഡ് അത് പല ആൾക്കാരുടെ ലൈഫിൽ ഫലിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങളുടെ പെർസോണ, ദാറ്റ് ഈസ് യെസ്, ഈ ആൾ എന്ത് പറഞ്ഞാലും ഫലിക്കും എന്നുള്ള ഒരു പേഴ്സോണ വരാൻ പോകുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് വളരെ ഹൈ ആണ്. എക്ലിപ്സ് സീസണിൽ നിങ്ങൾ റിച്വൽസോ അല്ലെങ്കിൽ ആഫർമേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കുന്നുണ്ട്. ഫുൾ മൂൺ റിച്വൽ ചെയ്യുന്നവർക്കും വളരെയധികം ക്രിയേറ്റിവിറ്റി അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്ലോ, ഓക്കെ, സോ മൈ ബി ഫുൾ മൂണിൽ നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ചാർജ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ചാർജ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ടാകാം, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹീലിംഗ് പവർ കൂടുകയാണ്. സോ ഹീലിംഗ് മൊഡാലിറ്റിയിലുള്ള പ്രേക്ഷകർക്ക് ഏറെ ക്ലയൻസ് വന്ന് തുടങ്ങുന്നതാണ്. നിങ്ങളുടെ ഹീലിംഗ് പവേഴ്സ് കൂടുകയാണ്. ആ ഹീലിംഗ് പവർ എന്ന് പറയുന്നത് ക്ലയൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഹീലിംഗ് പവർ കൂടുകയാണ്. ദാറ്റ് ഈസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് നിന്ന് പോകുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മേളിൽ ഹീലിംഗ് കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് മാറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് പല റെമഡീസ് നിങ്ങൾ പഠിക്കാൻ ഉത്സാഹം നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, സോ മൈറ്റ് ബി റെമഡീസ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഹീലേഴ്സ് പഠിപ്പിക്കുന്ന റെമഡീസ് അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്യുന്നതാകാം. ഓക്കെ, സോ പലർക്കും റെമഡീസ് പറഞ്ഞു കൊടുക്കാനുള്ള സർവീസ് നിങ്ങൾ തുടങ്ങുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓസം. ഓക്കെ, next 30 days. ഓക്കെ, ലൈഫ് പേർപ്പസ് ആൻഡ് റീബേർത്ത്. സോ ഞാൻ പറഞ്ഞിരുന്നു, റൈറ്റ്, റെമഡീസ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ലൈഫ് പേർപ്പസിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് ആണ് റിവീൽ ചെയ്യപ്പെടാൻ പോകുന്നത്, വിച്ച് ഇസ് റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾ ഏറെ ആൾക്കാരെ ഹീൽ ചെയ്യുന്നതാണ്, ഏറെ ആൾക്കാരെ സംരക്ഷിക്കുന്നതാണ്, ഏറെ ആൾക്കാർക്ക് വഴി കാട്ടിക്കൊടുക്കുന്നതാണ്. റീബേർത്ത് ആണ്, ഇതായിരിക്കും നിങ്ങളുടെ ആക്ച്വൽ റീബേർത്ത്. ദാറ്റ് ഈസ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് കടക്കുകയാണ്. ആൻഡ് ഈ ലൈഫ് പർപ്പസ് നിങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. പെർട്ടിക്കുലർലി നിങ്ങളുടെ ബോഡിയിലേറെ മാറ്റങ്ങളാണ് ഞാൻ കാണുന്നത്. ഓക്കെ, മെൻ്റലി ഉള്ള മാറ്റത്തെക്കാട്ടിലും ബോഡി ഫിഗർ മാറ്റമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ബിക്കോസ് മെൻ്റലി നിങ്ങൾ ഓൾറെഡി ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഐ ഡോണ്ട് സീ എനി ഡിസ്കണക്ഷൻ. ഈവൻ തോ ചില പ്രേക്ഷകർക്ക് ഫീൽ ആകുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആണ്, ബട്ട് നോ, നിങ്ങൾ ഡിസ്കണക്റ്റഡ് അല്ല. ഈവൻ തോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ് വിത്ത് ദ ഡിവൈൻ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഡെയിലി കോൺവെർസേഷൻ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മെമ്പേഴ്സുമായിട്ട് ഡെയിലി എങ്ങനെ സംസാരിക്കുന്നു, അതുപോലത്തെ ഒരു കണക്ഷനാണ് നിങ്ങളും നിങ്ങളുടെ ഡിവൈനുമായിട്ട്. നിങ്ങൾ ട്രാൻസിഷൻ പീരീഡിലാണ്, ബിക്കോസ് നിങ്ങളുടെ പാസ്റ്റ് സോൾ ആൻഡ് പ്രസൻറ്റ് സോൾ, ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായ നമ്മുടെ വേർഷനും ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള വേർഷൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ. ചില പ്രേക്ഷകർ മൈൻഡ് ബോഡി സോൾ ഹീലിംഗ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സ്വയമേ മൈൻഡ് ബോഡി സോൾ ഹീലിംഗ് ചെയ്യുകയും മറ്റ് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ചില പ്രേക്ഷകർ ശിവഭക്തിയിൽ മുഴുകാൻ സാധ്യത കൂടുതലാണ്. ഏതോ പ്രേക്ഷകർ എൻലൈറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ എൻലൈറ്റ്മെൻറ്റ് ഐ തിങ്ക് അവർ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് അവർക്ക് ദൈവത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ ഏരിയ
ഓക്കെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിത്യ ജീവിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ടീമിൽ ഏർപ്പെടുന്നത്, എങ്ങനെയാണ് ലോകത്തെ സംരക്ഷിക്കുന്നത്, അതൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട് ആർക്കും. ഐ ഫീൽ നിങ്ങൾ ആ എനർജിയിൽ നിൽക്കുകയാണ്, പക്ഷേ ആ എനർജിയുടെ അടുത്ത് എത്തിയിട്ടുമില്ല. ബിക്കോസ് ഒരു ചെറിയ ബ്ലോക്കേജ് ഉണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, group 2 next 30 days for group 2 balance. Yes, see, mind body soul, yin yang. സോ yin yang ഹീലിംഗ് നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ yin yang സബ്ലിമിൽ നിങ്ങൾ കേട്ട് തുടങ്ങുന്നതാണ്. നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾ ചെയ്തെടുക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾ മറ്റാൾക്കാരെയും ഹീൽ ചെയ്യുന്നതാണ്. റൂട്ട് ചക്ര നിങ്ങളുടെ ബാലൻസ് ആകുകയാണ്. നെക്സ്റ്റ് 30 days ഇന്നർ സ്ട്രെങ്ത്. യെസ്, നൗ സ്വന്തം എനർജിയെ ബാലൻസ് ആക്കുകയും മറ്റ് ആൾക്കാരുടെ എനർജി ബാലൻസ് ആക്കുകയും അതിന് ഏറെ സ്ട്രെങ്ത് ആണ് വേണ്ടത്. ഓക്കെ, ആത്മവിശ്വാസം, ധൈര്യം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എപ്പോൾ ബാലൻസ് ചെയ്യാൻ തുടങ്ങുന്നു, സ്ട്രഗിൾസ് ഉണ്ടാകും, ചെറിയ ചെറിയ ബ്ലോക്കേജസ് ഉണ്ടാകാം. ഓക്കെ, സോ ഈ ബ്ലോക്കേജസ് നിങ്ങൾ നേരിട്ട് പോകുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പുതുമയല്ല. ബ്ലോക്കേജസ് വരുന്നത്, അതിനെ തരണം ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് പുതുമയല്ല. നിങ്ങളത് നേരിടുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ നെക്സ്റ്റ് 30 days for group 2. Next 30 days group 2. 10 of Wands. Yes, wow. 10 of Cups. Okay, Knight of Wands, the Empress, and the Strength card. And Strength card is on top of Strength card. Wow. Okay. So, yes, ഈ നെക്സ്റ്റ് 30 days നിങ്ങൾ സ്പിരിച്വൽ ലെവലിലേറെ വർക്ക് ചെയ്യുന്നതാണ്. ചിലർക്ക് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഫിസിക്കൽ തന്നെയാണ്. ഓക്കെ, മറ്റാൾക്കാരെ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുക, അത് തന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. സോ ഏറെ ഹാർഡ് വർക്ക് വരുന്നതാണ്. പക്ഷേ ഈ ഹാർഡ് വർക്കിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വരുന്നത് ഏറെ സന്തോഷമാണ്. ഓക്കെ, ഫാമിലിയിൽ വളരെ സമാധാനം, സന്തോഷം, ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി ഹെൽത്ത് എല്ലാം പെർഫെക്റ്റ് ആകുന്നതും, എല്ലാവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകുന്നതും, ഹാപ്പിനെസ് നിലനിൽക്കുന്നതും, സാഹചര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നതും, ഇതൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നതാണ് നെക്സ്റ്റ് 30 days. നൈറ്റ് ഓഫ് വോൺസ് ആണ്. പാഷൻ ഏറെ ഇൻക്രീസ് ആകുന്നതാണ്. നിങ്ങളുടെ പാഷൻ ഇത്രയും ഇൻക്രീസ് ആകും ദാറ്റ് ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഓക്കെ, എനിക്കിതും ചെയ്യണം, അതും ചെയ്യണം എന്നെല്ലാം നിങ്ങൾ തുടങ്ങി വെക്കാൻ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കൂ. ബിക്കോസ് എല്ലാം തുടങ്ങി വെച്ച് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ പോകരുത്. ഓക്കെ, 1 by 1 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ പാഷൻ ഏരിയ ആയിരിക്കും. പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, എനിക്കിതും നേടണം, എനിക്ക് അതും നേടണം എന്നുള്ള രീതിയിൽ ആയിരിക്കും നിങ്ങളുടെ എനർജി. എംപ്രസ് ആണ്. വളരെ ഗിവിങ്, വളരെ ലവിങ്, വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. ഓക്കെ, ആരെ കണ്ടാലും നിങ്ങൾക്ക് വളരെ സ്നേഹം തോന്നും. അവരെ സഹായിക്കണം, അവർക്ക് വഴികാട്ടി കൊടുക്കണം, ഇത് ചെയ്യണം, അത് ചെയ്ത് കൊടുക്കണം. മറ്റൊരാളെ കംഫേർട്ട് ആക്കാൻ, അല്ലെങ്കിൽ അവരെ കംഫർട്ടബിൾ ആക്കാൻ നിങ്ങൾ എത്ര സാഹചര്യം നേരിടാനും റെഡി ആയിരിക്കും. ഓക്കെ, സോ മറ്റൊരാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുക, അവരെ ധരിപ്പിക്കുക ദാറ്റ് അവർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് ഫോർ ദ നെക്സ്റ്റ് 30 days. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സ്ട്രെങ്ത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഷ്യൻസ് കൂടുകയാണ്. നിങ്ങളുടെ ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള ആശ, അതിനൊപ്പം തന്നെ അതെങ്ങനെ ചെയ്തെടുക്കണം, ആ കാര്യങ്ങളിലുള്ള ദൃഢത കൂടുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുകയാണ്. സോ മൈറ്റ് ബി ഓൾറെഡി നിങ്ങൾ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് മന്ത് എവിടെ നിങ്ങളുടെ ടോട്ടലി മൈൻഡ് ട്രെയിൻ ആയി. നെക്സ്റ്റ് ഇയറിൽ കടക്കുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് ട്രെയിൻഡ് ആയിരിക്കും. ഓക്കെ,
ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ കയ്യിലായിരിക്കും ഫേവർ വരുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആൻഡ് നിങ്ങൾ ശരിയാണ് ചെയ്തത് എന്ന് അംഗീകരിക്കാനുള്ള ഒരു ഫേവറിസം നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗൈസ് നെക്സ്റ്റ് 30 days വരാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഹീലിങ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CS ടീമിൻ്റെ നമ്പർ വേണ്ട പ്രേക്ഷകർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. ഏത് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യുക, ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.